Hello friends, welcome to Agnes Academy. So, നമ്മൾ ഇന്ന് ഒരു question with topic ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും പ്രോമെട്രിക് MOH DH NHR ഓൺലൈൻ ക്ലാസ്സസ് നോക്കുന്നുണ്ടെങ്കിൽ you can contact me. ഞാൻ ലാസ്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിൽംസ് ട്യൂമർ ഓർ നെഫ്രോബ്ലാസ്റ്റോമയാണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിൽംസ് ട്യൂമർ ഈസ് എ ട്യൂമർ ഓഫ് ചൈൽഡ്ഹുഡ്. ഇറ്റ് ഈസ് യൂഷ്വലി an encapsulated mass occurring in any part of the kidney. What are the common presenting complaints of Wilms tumor? So ഇതിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് നമുക്ക് ടോപ്പിക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. സോ നെഫ്രോബ്ലാസ്റ്റോമ ഓർ വിൽംസ് ട്യൂമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുട്ടികളിൽ, അതായത് ചിൽഡ്രൻസിൽ കിഡ്നി ക്യാൻസർ കണ്ടീഷനാണ് ഈ വിൽംസ് ട്യൂമർ എന്ന് പറയുന്നത്. നോർമലി 3 to 4 ഏജിലാണ് ഇത് കാണുന്നത്. ലെസ് കോമൺ ആണ് ആഫ്റ്റർ 5 ഏജ്, പക്ഷെ ഇത് ഓൾഡർ ചിൽഡ്രനിലും ഈവൻ അഡൽട്ടിലും കാണാറുണ്ട്. സോ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കിഡ്നിയുടെ പാർട്ട്, ഏതെങ്കിലും ഒരു പാർട്ടിൽ ട്യൂമർ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ വിൽംസ് ട്യൂമർ എന്ന് പറയുന്നത്. സോ ഇതിലെ സൈൻസ് ആൻഡ് സിംറ്റംസിലേക്ക് വന്നാൽ മെയിൻലി ഇത് അസിംറ്റമാറ്റിക് ആണ്. പിന്നെ ചെറിയ ചെറിയ സിംറ്റംസ്, അതായത് ഒരു നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഹാർഡ് ലംബ്, പിന്നെ ഹെമച്യൂറിയ സിംറ്റംസിൽ വരുന്നതാണ്. കൂടാതെ ഹൈ ബ്ലഡ് പ്രഷർ. സോ ഹൈ ബ്ലഡ് പ്രഷർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് നോർമലി നമുക്കറിയാം ലോ ബ്ലഡ് പ്രഷർ ആവുന്ന സാഹചര്യത്തിൽ കിഡ്നി റെനിനെ സെക്രീറ്റ് ചെയ്യും. സോ റെനിൻ ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീനെ ആൻജിയോടെൻസിൻ 1 ആക്കും. ഇത് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ACE എന്ന് പറയുന്ന എൻസൈമിന്റെ ഹെൽപ്പോടെ ആൻജിയോടെൻസിൻ 2 ആക്കും. അങ്ങനെയാണ് BP കൂടുന്നത്. സോ ഈ ഹൈപ്പർ ടെൻഷൻ വിൽംസ് ട്യൂമറിന്റെ സാഹചര്യത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റെനിൻ കൂടുതൽ സെക്രേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. സോ ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. അടുത്ത മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരു പ്രീ ഓപ്പറേറ്റീവ് ഇന്റർവെൻഷൻ ആണ്. മിക്കവാറും ക്വസ്റ്റ്യനിലൊക്കെ കാണുന്നതാണ്. നമ്മളൊരു പേഷ്യന്റിന്റെ ബെഡ് സൈഡിലൊരു ബോർഡ് വെക്കും, ഡു നോട്ട് പാൽപേറ്റ് അബ്ഡോമൻ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പാൽപേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്യൂമർ റപ്ചർ ആയിട്ട് ട്യൂമർ സെല്ലുകൾ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ സൈൻ ബോർഡ് വെക്കുന്നത്. സോ ഇത് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ വാട്ട് ആർ ദ കോമൺ പ്രസന്റിംഗ് കംപ്ലൈൻറ്റ്സ് ഓഫ് വിൽംസ് ട്യൂമർ എന്നാണ്. സോ ഹൈപ്പോടെൻഷൻ അല്ലെന്ന് നമുക്കറിയാം, നമുക്ക് ആദ്യത്തേത് ഒഴിവാക്കാം. പിന്നെ വോമിറ്റിംഗ് ആൻഡ് ഒലിഗ്യൂറിയ ആണ്, ഹെമച്യൂറിയ ആണ്, അതുകൊണ്ട് സെക്കൻഡ് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഉള്ളത് അബ്ഡോമിനൽ പെയിൻ ആൻഡ് ഡയറിയ. സോ സംടൈംസ് പേഷ്യൻറ്റിന് അല്ലെങ്കിൽ പിള്ളേർക്ക് ഈ അബ്ഡോമിനൽ പെയിൻ കാണപ്പെടാം, പക്ഷെ ഡയറിയ ഇല്ല, അതുകൊണ്ട് നമുക്ക് അതും ഒഴിവാക്കാം. പിന്നെയുള്ളത് ലാർജ് അസിംറ്റമാറ്റിക് അബ്ഡോമിനൽ മാസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. ഓഫ് കോഴ്സ് നമുക്കറിയാം ഹൈപ്പർ ടെൻഷൻ മെയിൻ ഇന്റർവെൻഷൻ അല്ല, പിന്നെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. സോ നാലാമത്തേത് നമുക്ക് പൂട്ടാം അല്ലേ. സോ അതാണ് കറക്റ്റ് ആൻസർ. സോ നിങ്ങൾ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദിസ് നമ്പർ. ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ് മോർണിംഗിലും അല്ലെങ്കിൽ ഈവനിങ്ങിലും, നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട്. സോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.